ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ തന്നെ മോഡുലാർ കിച്ചൻ്റെ മുമ്പിലാണ് കേട്ടോ. അത് കണ്ടോ മോഡുലാർ കിച്ചൺ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും എന്ത് മെറ്റീരിയലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ 15 മിനിറ്റും കൂടി വേണ്ട കേട്ടോ. അപ്പോൾ കണ്ടോ മോഡുലാർ കിച്ചൺ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് 15 മിനിറ്റ് കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം, വീഡിയോ കാണാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഒരു പൈസ എന്താ പറയുക ക്യാഷ് കളയേണ്ട ആവശ്യമില്ല. കണ്ടോ മോഡുലാർ കിച്ചൺ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇത് വന്നിട്ട് നമ്മുടെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഹോം മെയ്ഡായിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ കിച്ചൺ സ്ലാബിൽ നമ്മൾ വാടകയ്ക്കാണെങ്കിലും നമുക്ക് സൗകര്യക്കുറവ്, ബഡ്ജറ്റ് കുറവ് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ട് സ്ലാബ് ഇങ്ങനെ കിടക്കും. നമുക്ക് പൈസ വരുമ്പോഴോ അല്ലെങ്കിൽ വാടക വീട്ടിലോ ഒന്നും ഇതുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആണിയും ഇതും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു കാർഡ്ബോർഡ് പെട്ടിയൊക്കെ കിട്ടുമല്ലോ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ. അതിൻ്റെ സഹായത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ട് നമുക്ക് എവിടെയാണോ സെറ്റ് ചെയ്യുന്നത് അതുപോലെ കാർഡ്ബോർഡ് പെട്ടി മുറിച്ചെടുത്തിട്ട് നമുക്ക് എന്താ പറയുക മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്നത് ക്യാമറയിൽ വീണിട്ടില്ല. കാർഡ്ബോർഡൊക്കെ എടുക്കുന്നത് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വീണിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ നമുക്ക് ഒരു 5 പൈസ പോലും ചിലവില്ലാതെ നമുക്ക് ഈ കിച്ചൺ സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇത് വന്നിട്ട് കുറച്ച് ഭാഗങ്ങളിൽ എനിക്കുണ്ട്. 10, 16, 17 വർഷം മുമ്പേ വെച്ചതാണ്. 18 വർഷമായി. വീട് ഞങ്ങൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെച്ച് തന്നു. ഈ നോവാ പാൻ മുകളിലൊക്കെ സെറ്റ് ചെയ്തപ്പോൾ മുകളിലൊക്കെ നോവാ പാൻ വെച്ചിട്ട് സെറ്റ് ചെയ്തതിൻ്റെ ബാക്കി കൊണ്ട് എനിക്ക് വെച്ച് തന്നു. അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതെന്തായി, ഒരു 5-6 വർഷം മുമ്പ് പൂച്ച അതിൻ്റെ അകത്ത് കയറിയിട്ട് തുറന്നിട്ടിരുന്നപ്പോൾ പൂച്ച അതിൻ്റെ അകത്ത് കയറി. അപ്പം ഞാൻ അറിഞ്ഞില്ല. വന്ന് അടയ്ക്കാൻ നോക്കിയപ്പോൾ ഇത് അതിൻ്റെ അകത്ത് കിടന്ന് പരതി. ഞാൻ പൂച്ചയെ കണ്ട് പേടിച്ചോടി തുറന്നും കൊടുക്കാതെ. അത് അങ്ങോട്ട് പൊളിച്ച് ആ കബോർഡൊക്കെ പൊളിച്ച് വെളിയിൽ വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഉണ്ട്. ഈ സ്ഥലത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പല കടകളിൽ പോയിട്ട് ഇവിടെ മാത്രം സെറ്റ് ചെയ്യാനുള്ള ലോ ബഡ്ജറ്റിൽ നമുക്ക് നോക്കാം വിചാരിച്ചിട്ട് പോയപ്പോൾ വലിയ എമൗണ്ടിൻ്റെ ഒന്നുമല്ല, ചെറുത്. അങ്ങനെ നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല കേട്ടോ. അവർ മുറിച്ച് തരില്ല എന്നാണ് പറയുന്നത്. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുറിച്ച് തരില്ല. വലിയൊരു ഷീറ്റ്, അത് നമുക്ക് ആവശ്യവുമില്ല. അങ്ങനെ ഇതിപ്പോൾ ശരിക്കും കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 മാസമായി. ഇത് പൊളിച്ചിട്ട് 1 വർഷത്തിൽ കൂടുതലായി പൂച്ച. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ കിടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പൊളിച്ചതിൻ്റെ ഭാഗം വെച്ചിട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പോൾ ഇത് ഒരു 5-6 മാസമായിട്ട് ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊരു കാര്യം ചെയ്തു. ഞങ്ങൾ ഫ്രണ്ടിലൊരു പുതിയ ഫാന് കിട്ടി, വലിയ ടവർ ഫാൻ പോലെ. അപ്പോൾ അത് വാങ്ങിച്ചതിൻ്റെ കാർഡ്ബോർഡ് പെട്ടി ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അത് മുറിച്ചിട്ടാണ് ഞാൻ ഈ മോഡുലാർ കിച്ചൺ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ആ മോഡുലാർ കിച്ചൺ അതായത് എന്താ പറയുക, ആ മുറിക്കുന്ന ഭാഗം ക്യാമറയിൽ വീണിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അത് നോക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. വെറും കാർഡ്ബോർഡ് പെട്ടി കൊണ്ടാണ് ഇതെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഒന്ന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാ ഉണ്ടോ, നിങ്ങൾക്ക് ഇതേപോലെ വെറുതെ നമുക്കൊരു മറ കിട്ടുമല്ലോ. ഇതിങ്ങനെ തട്ടിപ്പോകുന്നില്ല. കുറച്ച് കനമുണ്ട്, തിക്കായിട്ടുള്ളതാണ്. ഉണ്ടോ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുക. വേണമെങ്കിൽ റീപ്പറിനുള്ളിൽ എനിക്ക് ഇടാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇതെങ്ങനെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കും ഈ റീപ്പറൊന്നും വേണമെന്ന് ആവശ്യമില്ല. ഇത് പണ്ട് ഞാൻ ചെയ്തതിൻ്റെ റീപ്പറാണ്. ഈ ഭിത്തി തന്നെ ഉണ്ടാവുമല്ലോ, ഭിത്തിയിലും താഴത്തെ ആ ഒരു തടയിലും വെച്ചിട്ട് നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടോ ഇങ്ങനെ അത് വെക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ, വെറുതെ എടുത്ത് രണ്ടും വെച്ച് എത്ര നീറ്റായിട്ട് വന്നു. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എത്ര രൂപ ലാഭിച്ചു. കണ്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ 1/2 മണിക്കൂർ കൊണ്ടാണ് ഇത് മുറിച്ച് എല്ലാം ശരിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് ഓരോ ഭാഗങ്ങൾ കാണിച്ചു തരുന്നതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആവുന്നത്. പക്ഷേ എനിക്ക് 1/2 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല. അറിയുന്നേ ഇല്ലല്ലോ അല്ലേ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്ലോറും ഇതും മാച്ചായ പോലെ ഉണ്ട്. ഇത് അബദ്ധവശാൽ സംഭവിച്ചതാണ്. ഫ്ലോറും ഇതും ഒരേ മാച്ചിന് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം, എന്ത് വേണം ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ വില കുറഞ്ഞതൊക്കെ നമ്മൾ വാങ്ങി ചെയ്താലും ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ അത് നമുക്ക് നഷ്ടം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതാകുമ്പോൾ നമുക്ക് കിട്ടുമ്പോഴും ചെയ്യാം, നല്ല നീറ്റായിട്ടുണ്ടാവും.
അപ്പോൾ മോഡുലാർ കിച്ചൺ സന്ദർശിക്കുക. ഞാൻ തമാശ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇത്രയും ഒരു എഫക്റ്റ് വരുമെന്ന് ഞാൻ ലൈഫിൽ വിചാരിച്ചില്ല. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ എഫേർട്ട് എടുത്തു, ഹസ്ബൻഡ് എഫേർട്ട് എടുത്തു. നമ്മളുടെ ഈ ഒരു പോർഷന് വേണ്ടിയിട്ട് നമ്മളുടെ ബഡ്ജറ്റിന് വലിയ ഷീറ്റ് വാങ്ങിച്ചിട്ട് അത് എവിടെ കൊണ്ട് വയ്ക്കാനാണ്. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിന് നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. നിങ്ങൾ കമൻ്റ് ഇടാതിരിക്കരുത്. എന്താണ് നിങ്ങൾ കമൻ്റ് ഇടാത്തത്? അപ്പോൾ ശരി, ഓക്കെ, ബൈ.